അനു, ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ, മുഖ്യമന്ത്രിയുടെ പക്കൽ അതിജീവിതയുടെ ശബ്ദമെത്തി, കരഞ്ഞുകൊണ്ടുള്ള ആ ശബ്ദ സന്ദേശമാണ് നിലവിൽ ഈ ഉടനടി നടപടിയിലേക്ക് നീങ്ങാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ. അതിന്റെ വിശദാംശങ്ങൾ പറയൂ. ശ്യാമലി, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടെ മലയാളം പുറത്തുവിടുന്നു. അതായത് ഈ 5 ദിവസം മുമ്പാണ് ഈ പരാതി വരുന്നത്. ഈ പരാതി വരുന്നു, ഈ പരാതിയുടെ പ്രാഥമിക അന്വേഷണം നടക്കുന്നു. ഈ പ്രത്യേകിച്ചും അതിജീവിത വിദേശത്തായിരുന്നതിനാൽ അതിജീവിതയെ നാട്ടിലേക്ക് എത്തിച്ച് അതിനുശേഷം ഈ പറയുന്ന മൊഴി രേഖപ്പെടുത്തുകയും മറ്റു നടപടികളിലേക്കും കടക്കാം. അതായത് 164, അതായത് അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ഒരു നീക്കം. പക്ഷേ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഈ പെൺകുട്ടി ഒരു ശബ്ദ സന്ദേശം അയക്കുന്നു. താൻ അങ്ങേയറ്റം ഭീഷണിയുടെ മുമ്പിലാണ് താൻ നിൽക്കുന്നത്, തന്റെ ജീവനടക്കം ഭയമുണ്ട് എന്നടക്കമുള്ള മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് പെൺകുട്ടി ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു. അത് കേട്ടപ്പോഴാണ് മുഖ്യമന്ത്രി ഉടനടി നടപടിയിലേക്ക് കടക്കണം എന്നുള്ള നിർദ്ദേശം ഈ പറയുന്ന പോലീസ് സംഘത്തിന് അല്ലെങ്കിൽ പോലീസ് മേധാവിക്ക് നൽകുകയും അവിടെ നിന്ന് മറ്റു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. അതായത് ഈ പെൺകുട്ടി അവളുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്നുള്ള ഒരു ശബ്ദ സന്ദേശം മുഖ്യമന്ത്രിക്ക് അയച്ചു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അതിവേഗമുള്ള നടപടി എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. ശ്യാമിലി, അവൾക്കൊപ്പം എന്നല്ലാതെ മറ്റൊരു നിലപാടെടുക്കാൻ സാധ്യമല്ല. എന്ത് തന്നെയായാലും കരഞ്ഞുകൊണ്ടുള്ള ആ ശബ്ദ സന്ദേശമാണ് നിലവിൽ നിർണായകമായതെന്ന് അനു റിപ്പോർട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ പക്കൽ അതിജീവിതയുടെ ശബ്ദ സന്ദേശമെത്തി.